കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പഴയ ഇൻഡസ്ട്രി എസ്റ്റേറ്റിന്റെ ലെവലല്ലേ നിൽക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറാതെ കേരളത്തിന് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചക്കൊപ്പം പോകാൻ മാർഗമെന്ത്? ഇതാണ് UDF-നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഞങ്ങൾ കിഫ്ബി എന്നൊരാശയം മുന്നോട്ട് പോകും, നിങ്ങൾക്ക് എന്താ മാർഗം? ഇതുവരെ പറഞ്ഞിരുന്ന ഞങ്ങൾ ആനുവിറ്റി മോഡൽ ഞങ്ങൾ പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ ആനുവിറ്റി മോഡലിൽ പോയാൽ നിങ്ങൾ കുഴിച്ച കുഴിയാണ് കേട്ടോ. ഇങ്ങനെ സർക്കാർ ഖജനാവിന്ന് പണം തിരിച്ചടവ് വരുന്നതെല്ലാം സർക്കാരിന്റെ വായ്പയാണ്. നിങ്ങൾ വാദിച്ച് കേന്ദ്രത്തിനെ പിന്താങ്ങിയുണ്ടല്ലോ, ആ കുഴിയിൽ നിങ്ങൾ വീണിരിക്കുക. എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും? അങ്ങനെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മൂന്നാം വട്ടം ഇനി ജയിച്ചു പോയാലോ എന്നുള്ള പേടിയുണ്ട്. എന്ത് വികസന പ്രവർത്തനത്തെ മുടക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു നിലവാരത്തിലേക്ക് UDF മാറിയിരിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം വളരെ ന്യായോ. കാട്ടുകൊള്ള ഇതൊന്നും പറയണ്ട. ഏതൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പോണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ റവന്യൂ മോഡലിലേക്ക് മാറണം, എന്നല്ല മറികടക്കാൻ പറ്റും. അപ്പൊ അതില് ടോള് വരാം. അതാണ് ധനമന്ത്രി നൽകിയ സൂചന. അപ്പൊ ചോദ്യം ഇന്നും ഉണ്ട് ചില പത്രങ്ങളിൽ, ഇങ്ങനെ ടോള് കൊണ്ട് മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ. ഇത് താങ്ങാനാവാത്ത ഒന്നായി തീരുമോ അധിക ഭാരം? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നാഷണൽ ഹൈവേയിലെ ടോള് വരത്തില്ല.